എത്ര മണിയോട് കേട്ടെ ഈ അപ്പുറത്ത് പോവാൻ പറഞ്ഞു രാത്രിയിലെ പ്രശ്നം ഈ രാവിലെ? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വിട്ടാ ആ നിൽക്കുന്ന സാറ് നമുക്ക് കൊണ്ട് കൊല കൊണ്ട് തന്നു. അത് മാത്രം ഇവിടെ കഴിച്ച്. അതോട്ട് ഈ സമയം വരെ ഇവിടെ കിടക്കുന്ന കൊച്ചു പിള്ളേർ പോലും കഴിച്ചില്ല. പിന്നെ ഇവിടെ കിടക്കുന്നവരെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് പുറത്തു നിന്ന് അവർ പൊതി മേടിച്ചുകൊണ്ട് ഇവിടെ കഴിക്കുമായിരുന്നു. അവർ നമ്മൾ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. നമുക്ക് ഇവിടെ ഒക്കെ ഉള്ള ചെറിയൊരു കുറ്റിയും ചെറിയൊരു നമ്മളിവിടെ തന്നെ വെച്ചോളാമെന്ന് പറഞ്ഞു. ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കിട്ടിയാൽ മതി ഇവിടെ. കാരണം ഇവിടെ പട്ടണി കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് തന്ന് ഇവിടെ അവർ കൊണ്ട് തന്നെന്ന് റവയും ആ സബോളയും കുറച്ച് കൊണ്ട് തന്നു. എന്നിട്ട് വെച്ച് കഴിച്ചോളാൻ പറഞ്ഞു. ഈ റവ ഉണ്ടാക്കണ തന്നെ എണ്ണ വേണം. എണ്ണ ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് അവർ പോയിട്ട് അതിന് തിരിച്ച് വന്നിട്ട് അവർ പറഞ്ഞ് അപ്പുറത്ത് പോയി കഴിച്ചു. അത് നിങ്ങൾക്ക് അത് കഴിഞ്ഞ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പുറത്ത് പോയി കഴിച്ചോളാം ഉച്ചയാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അവർ അവിടെ ക്യാമ്പിൽ കിടക്കുന്നവരല്ല. അവർ തന്നെ സാധനം ഓരോന്ന് ഉണ്ടാക്കി കഴിച്ചായിരുന്നോ? രാവിലെ കാപ്പൊടി ചേട്ടന് അസുഖം എന്തായിരുന്നു? എനിക്ക് സുഖമില്ല. ഈ പൊട്ടയുടെ അസുഖം പകർന്ന അപ്പൊ ഞാൻ അസുഖം പ്രായമോ കിടപ്പ് തന്നെയാണല്ലേ? കിടപ്പ് കിടപ്പ് ഇറങ്ങുന്ന ഒന്നുമില്ല. ഇരിക്കും. ഇവർക്ക് ചേട്ടൻ എന്താ മകനാണോ ഭക്ഷണം കഴിച്ചു കൊടുക്കുന്നത്? കോട്ടയം ഗവൺമെന്റ് ടൗൺ LP സ്കൂളിലെ ക്യാമ്പിൽ നിന്നുള്ള കാഴ്ചയാണിത്. കഴിഞ്ഞ ഇന്നലെ മുതൽ പലരും ഭക്ഷണമില്ലാതെ ഇവിടെ കഴിയുകയാണ്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, 150-ലധികം ആളുകളുണ്ട്. ഈ ക്യാമ്പിൽ ഭക്ഷണം എത്തിക്കാനുള്ള ഒരു നടപടിയുമില്ല. ഈ ക്യാമ്പിൽ ഭക്ഷണം എത്തിക്കണം, ഇവിടെ ആളുകൾ പട്ടിണി കിടക്കുകയാണ് എന്ന് ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെട്ട അധികൃതരെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ട് പോലും തൊട്ടപ്പുറത്തുള്ള ആ ക്യാമ്പിൽ പോയി ഭക്ഷണം കഴിച്ചുകൊള്ളൂ, അതല്ല എങ്കിൽ നിങ്ങൾ സ്വയം ഭക്ഷണം മേടിച്ച് കഴിക്കൂ എന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം.